ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുപോലെ നല്ല കരിമുരാതെ നമുക്കൊരല്പം പോലും വെളിച്ചെണ്ണ ഇല്ലാതെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ചിക്കൻ മസാല ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി നന്നായി ചതച്ചതും പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നായി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില കുറച്ച് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ചിക്കൻ പീസിലേക്ക് നല്ലോണം അരവ് പറ്റണ പോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം അതിലേക്ക് അരവങ്ങ് ചേരും കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതുണ്ട്, അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വന്നിട്ടുണ്ട്. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നോക്കൂ, ഒരല്പം പോലും എണ്ണയോ വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം അതിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ആ ഒരു വെള്ളം അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അത് വേവാനായിട്ടുള്ള വെള്ളമാവും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വേറെ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് വിതറി കൊടുക്കാവേ. കറിവേപ്പില ഇട്ട ശേഷം ഒന്നും കൂടി അടച്ച് വെക്കണം. ഇതുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രമാണ്, എണ്ണയൊന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായി വേവായി കഴിയുമ്പോഴത്തേക്കും അത് തുറന്ന് വെച്ച് ആ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, നമ്മുടെ ചിക്കനിലൊരു നെയ്യുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എണ്ണമയം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കിടിലൻ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.